പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സ്കാനിങ് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഈ സ്കാനിങ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കുന്നത് ഏത് സ്കാനിങ്ങിലാണ്? ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് ചെയ്യുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഗർഭസമയത്ത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഗർഭകാലത്ത് ഓരോ ഘട്ടത്തിലുമുള്ള സ്കാനിങ് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ആദ്യ സ്കാനിങ്, അതായത് ഡേറ്റിംഗ് സ്കാനിങ് ചെയ്യുന്നത് ലാസ്റ്റ് മെൻസസ് ആയ ഡേറ്റിൽ നിന്നും 6 ആഴ്ച മുതൽ 8 ആഴ്ചയ്ക്കുള്ളിലാണ്. ഈ സ്കാനിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട്, ഈ പ്രഗ്നൻസി യൂട്രസിലാണോ വളരുന്നത്, അതോ ഫെലോപ്പിയൻ ട്യൂബിലാണോ, അണ്ടാശയത്തിലാണോ, അതോ മുന്തിരിക്കുല ഗർഭമാണോ എന്നൊക്കെ നേരത്തെ നമുക്ക് അറിയാൻ സാധിക്കും. മറ്റൊന്ന്, ലൈവ് പ്രഗ്നൻസി ആണോ എന്നറിയാനും, അതായത് 6 ആഴ്ചയാകുമ്പോഴേക്കും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് വരാനുള്ള സമയമാകും. അതുകൊണ്ട് നമുക്ക് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അറിയാനും ഈ ഒരു സ്കാനിങ്ങിലൂടെ സാധിക്കുന്നതാണ്. ഒരു 6 വീക്ക് ആകുമ്പോഴേക്കും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഡോക്ടേഴ്സ് 1-2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യാൻ പറയാറുണ്ട്. ചില ടൈമിൽ കൺസെപ്ഷൻ ലേറ്റ് ആയിട്ടാണെങ്കിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാനും കുറച്ച് താമസം എടുക്കും. അടുത്തത്, സിംഗിൾ ടൈം പ്രഗ്നൻസി ആണോ, ഇരട്ട കുട്ടിയാണോ, ട്രിപ്ലെറ്റ്സ് ആണോ എന്നൊക്കെ അറിയാൻ ഈ സ്കാനിങ്ങിലൂടെ സാധിക്കും. മറ്റൊന്ന്, ഡെലിവറി ഡേറ്റ് നിർണ്ണയിക്കാൻ ഈ സ്കാനിങ് വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് പീരീഡ്സ് റെഗുലർ അല്ലാത്തവർക്ക് ഈ സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ വളർച്ച അനുസരിച്ച് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒരു 6 to 8 വീക്സിനുള്ളിൽ സ്കാനിങ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്? തീർച്ചയായിട്ടും ഇല്ല. എന്നാൽ ഈ സ്കാനിങ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും സ്കാനിങ് ചെയ്യേണ്ടവരുണ്ട്. അവരാണ് ഹൈ റിസ്ക് പേഷ്യൻസ് ആയിട്ടുള്ള, മുമ്പ് ബ്ലീഡിംഗ് ആയിട്ടുള്ളവർ, അബോർഷൻ സംഭവിച്ചവർ എന്നിവർ. അതുപോലെ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ 1.5 മാസത്തിലെ സ്കാനിങ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. 1.5 മാസത്തിലെ സ്കാനിങ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 12th വീക്സിൽ സ്കാനിങ് ചെയ്യണം. 2 രീതിയിലാണ് ഗർഭകാലത്ത് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത്: ട്രാൻസ് അബ്ഡോമിനലും ട്രാൻസ് വെജനലും. ട്രാൻസ് അബ്ഡോമിനൽ എന്ന് പറഞ്ഞാൽ വയറിന് മുകളിലൂടെയാണ് ചെയ്യുന്നത്. ട്രാൻസ് വെജൈനൽ എന്ന് പറഞ്ഞാൽ യോനി ഭാഗത്തുകൂടെ ചെയ്യുന്ന സ്കാനിങ് ആണ്. ആദ്യ 3 മാസം യൂട്രസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ട്രാൻസ് വെജൈനൽ ചെയ്താൽ ബെറ്റർ റെസൊല്യൂഷൻ കിട്ടും. ഗർഭകാലത്ത് സ്കാനിങ്ങിനെ കുറിച്ച് മിക്ക ആളുകൾക്കും ആശങ്കയുള്ളതാണ്. അമ്മയ്ക്കും കുഞ്ഞിനും സ്കാനിങ് ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ടാകുമോ എന്നുള്ളത് എല്ലാവർക്കും ഉള്ള പേടിയാണ്. അൾട്രാസൗണ്ട് സോണോഗ്രാഫി ചെയ്യുമ്പോൾ എക്സ്റേ പോലെയല്ല, അൾട്രാസൗണ്ട് വേവ്സ് ആണ് ഉള്ളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും ഒരു ദോഷവും ഇല്ല. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.